മഹാകവി കുമാരനാശാൻ. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരത്ത് ചിറയൻകീഴ് താലൂക്കിൽ അഞ്ചുതെങ്ങ് ഗ്രാമത്തിൽ നാരായണൻ പെരുങ്ങാടിയുടെയും കാളിയമ്മയുടെയും മകനായി ജനിച്ചു. ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി. ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായിരുന്നു മഹാകവി കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം നേടിയ മഹാൻ. ശ്രീനാരായണ ഗുരുദേവനും ഡോക്ടർ പൽപ്പുവും മുൻകൈയെടുത്ത് 1903 ജൂൺ 4 SNDP യോഗം സ്ഥാപിച്ചപ്പോൾ യോഗത്തിന്റെ സംഘടനാപരമായ ചുമതലകൾ അർപ്പിക്കാൻ ഗുരുദേവൻ തിരഞ്ഞെടുത്തത് കുമാരനാശാനെയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ SNDP യോഗത്തിന്റെ ആദ്യ അധ്യക്ഷനും കുമാരനാശാൻ ആദ്യ ജനറൽ സെക്രട്ടറിയുമായി. മഹാകവി കുമാരനാശാൻ പത്രാധിപരായിരുന്ന വിവേകോദയം മാസിക 1904 ആരംഭിച്ചു. വീണപ്പൂവ്, നളിനി, ലീല, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാലഭിഷകി, കരുണ തുടങ്ങി ധാരാളം പ്രശസ്ത കൃതികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. ആശാന്റെ മനോഹരമായ ലഘുകാവ്യങ്ങളിൽ ഒന്നാണ് പുഷ്പവാടിയിൽ നിന്നെടുത്ത കുട്ടിയും തള്ളയും. മലയാള കവിതാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് 1924 ജനുവരി 16 പല്ലനിയാറ്റിൽ വെച്ചുണ്ടായ ബോട്ടപകടത്തിൽ തന്റെ 51ാമത്തെ വയസ്സിൽ ആ സ്നേഹദീപം പൊലിഞ്ഞു. കാളിദാസ തുല്യനായ മഹാകവിയായിരുന്നു കുമാരനാശാൻ. അദ്ദേഹത്തിന്റെ ഓരോ കവിതയും ശില്പകാവ്യങ്ങളായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ കുമാരനാശാൻ താമസിച്ചിരുന്ന വീട് ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നിലനിൽക്കുന്ന സ്മാരകമാണ്.